അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മീ നമഃ. ശ്രീ മഹാകാളീ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 80-ാമത്തെ ശ്ലോകം മുതൽ 87 കൂടിയുള്ള 8 ശ്ലോകങ്ങളാണ് ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇതോടുകൂടി 12-ാമത്തെ അധ്യായം സമ്പൂർണമാവുന്നു. പിതാ തേ നൃപശാർദൂല ശ്രുത്വാ ശാപം ദ്വിജോദിതം ദേഹേ മമത്വം കൃതവാൻ ന നിർവേദമവാപ്തവാൻ. നീരാഗോ മമ ദേഹോയം രാജ്യം നിഹതകണ്ഡകം കഥം ജീവാമ്യഹം കാമം മന്ത്രജ്ഞാനാനയന്തു വൈ. ഔഷധം മണിമന്ത്രം ച യന്ത്രം പരമകം തഥാ ആരോഹണം തഥാ സൗധേ കൃതവാൻ നൃപതിസ്തഥാ. ന സ്നാനം ന കൃതം ദാനം ന ദേവ്യാ സ്മരണം കൃതം ന ഭൂമൗ ശയനം ചൈവ ദൈവം മത്വാ പരം തഥാ. മഗ്നോ മോഹാർണവേ ഘോരേ മൃത
സൗധേഹിനാഹത കൃത്വാ പാപം കലേർയോഗാത് താപസസ്യാപമാനജം അവശ്യമേവ നരകം ഏതൈരാചരണൈർഭവേൽ തസ്മാത്തം പിതരം പാപാൽ സമുദ്ധര നൃപോത്തമ. സൂത ഉവാച ഇതി ശ്രുത്വാ വചസ്തസ്യ വ്യാസസ്യാമിത തേജസാ സാശ്രുകണ്ഠോതി ദുഃഖാർത്തോ ബഭൂവ ജനമേജയ. ധിഗിതം ജീവിതം മേദ്യ പിതാ മേ നരകേ സ്ഥിത തൽക്കരോമി യഥൈവാദ്യ സ്വർഗം യാത്യുത്തരാസുത. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ തൃതീയസ്കന്ധേ ദ്വാദശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 80 മുതൽ 87 കൂടിയുള്ള 8 ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷയാണ് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്ലയോ രാജർഷി ശ്രേഷ്ഠ, അങ്ങയുടെ പിതാവിനു ബ്രാഹ്മണൻ ശാപം കൊടുത്തു. അതു കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായല്ലോ ദേഹത്തിലോ മമതയും അശേഷം വൈരാഗ്യഭാവം വന്നതുമില്ല. മമദേഹം അരോഗദൃഢമാണല്ലോ, അതുപോലെ മമ രാജ്യം ശത്രുക്കളറ്റതുമാണല്ലോ. മമ ജീവൻ രക്ഷിക്കുവാൻ എങ്ങനെ സാധിക്കുമിപ്പോൾ? മന്ത്രജ്ഞന്മാരായവരെ കൊണ്ടുവരിക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഔഷധം മന്ത്രമണികൾ ഉത്തമമാം യന്ത്രങ്ങളും എത്തിക്കുക കൽപ്പിച്ചല്ലോ സൗധവുമേറി. കുളിച്ചില്ല, ദാനങ്ങളെ ചെയ്തതില്ല, ദേവിയെയും സ്മരിച്ചില്ല, ഭൂമി തന്നിൽ കിടന്നതില്ല. പരമമായ തൂ എന്നും വിധിയാണെന്നുള്ള സത്യം വിചാരിച്ചതുമില്ലല്ലോ തവ പിതാവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കലി ബാധിച്ചതിനാലെ താപ
താപസപമാനം ചെയ്തു കടുത്തതാം പാപത്താലേ മോഹിതനായി സംസാരക്കടലിൽ മുങ്ങി മാളികയ്ക്കു മുകളിലായി സർപ്പത്തിൻ്റെ കടിയേറ്റു മരിച്ചുവല്ലോ. ഇവയാലെ നരകം അനുഭവിച്ചിടുക ചെയ്യും താതനെ ആപത്തിൽ നിന്നും രക്ഷിച്ചിടുക. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, അമിത തേജസ്വിയായ വ്യാസൻ പറഞ്ഞതു കേട്ടു അതീവ ദുഃഖിതനായി രാജൻ കരഞ്ഞു. അച്ഛൻ നരകത്തിലായി വേദനിക്കെ മമ ജന്മം അത്യന്തം നിന്ദ്യമാണല്ലോ സംശയമില്ല. ഉത്തരാസുതൻ തന്നുടെ സ്വർഗപ്രാപ്തിക്കായി കൊണ്ടു ഉത്തമമെന്തു കർമ്മം ചെയ്തിടേണം ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാകാള്യൈ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ആളല്ല ഞാനമ്മയെ വിട്ടിരിക്കാൻ, അമ്മയ്ക്കു ഞാൻ പോകിലുമെന്തു ചേതം. അമ്മയ്ക്കിനി കുട്ടികളുണ്ടു വേറെ, എന്നാലെനിക്കില്ലിനി അമ്മ വേറെ. ഏതാനും പിഴ ഞാനറിഞ്ഞു, അറിയാതെ കണ്ടു ചെയ്താകിലും മാതാവാകിയ നീയൊഴിഞ്ഞതു പൊറുക്കാനില്ല മറ്റാരുമേ. കാതോളം വിലസും കടാക്ഷമതുകൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ ചേതം വന്നിടുമോ നിനക്ക്?
ശ്രീ ചോറ്റാനിക്കര വാഴുമമ്മേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 226 ദിവസം, 3-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 80 മുതൽ 87 വരെയുള്ള ഭാഗങ്ങൾ. അതോടുകൂടി ഈ 12-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുകയാണ്. വ്യാസ ജനമേജയ സംവാദ രൂപത്തിലാണ് നമ്മൾ ദേവീഭാഗവതം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷിത്തിൻ്റെ മരണം ദുർമരണമാണെന്നും അതിനെക്കുറിച്ച് വളരെ വിശദമായി വേദവ്യാസൻ നൽകുന്ന ഉപദേശം ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ജനിമരണങ്ങളിൽ നിന്ന് മുക്തനാവാൻ യോഗികൾക്ക് പോലും സുദുർലഭമായിരിക്കുന്ന മാനസയജ്ഞം ചെയ്ത് ഭഗവതിയെ ഭജിക്കുകയാണ് വേണ്ടത്. പിതാതേ നൃപശാർദൂല, ഹേ ആ രാജവ്യാഘ്രമേ എന്നൊക്കെയാണ്. അങ്ങയുടെ അച്ഛന് ആ ബ്രാഹ്മണൻ ശ്രുത്വാ ശാപം ദ്വിജോദിതം, ആ ബ്രാഹ്മണന്റെ ശാപം ഉണ്ടായില്ലേ, അത് കേട്ടപ്പോൾ അങ്ങയുടെ പിതാവിന് തൻ്റെ ശരീരത്തോട് മമതയുണ്ടായി, അശേഷം വൈരാഗ്യം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. മമത്വം കൃതവാൻ ന നിർവേദം അവാപ്തവാൻ എന്ന് ദേവീഭാഗവതം പറയുന്നു. എന്നാൽ ഭാഗവതത്തിൽ അങ്ങനെയല്ല, എല്ലാം ഉപേക്ഷിച്ച് പ്രായോപവേശം ചെയ്തു എന്നാണ്. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പുരാണത്തിൽ ചിലപ്പോഴൊക്കെ കണ്ടു എന്ന് വരാം. അത് ആ ഈശ്വരഭാവത്തിൻ്റെ മഹിമ വർണ്ണിക്കാൻ വേണ്ടി പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ആ സ്കാന്ധാദി പുരാണങ്ങളിലൊക്കെ ഗുരുവായൂരപ്പ അവിടുത്തെ കുറിച്ച് താഴ്ത്തിപ്പറഞ്ഞത് അതിൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇവിടെയും പറയുന്നു, അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായില്ല എന്നാണ്. നീരാഗോ മമ ദേഹോയം രാജ്യം നിഹതകണ്ഠകം കഥം ജീവാമ്യഹം കാമം മന്ത്രജ്ഞാനാനയന്തു വൈ എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നാണ്. എൻ്റെ ശരീരം അരോഗദൃഢമാണ്, ശത്രുക്കൾ വളരെ ശത്രുക്കളറ്റതാണ്, ശത്രുക്കളില്ലാതെയാണ്, നിഹതകണ്ഠകമാണ്. ഈ രാജ്യം എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? മന്ത്രജ്ഞന്മാരെ കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. മന്ത്രജ്ഞാൻ ആനയന്തു വൈ. പിന്നെ മന്ത്രജ്ഞന്മാർ മാത്രം പോരാ, ഔഷധം മണി മന്ത്രം ച യന്ത്രം പരമകം തഥാ. ഔഷധം, മന്ത്രമണികൾ, ഉത്തമമായിട്ടുള്ള യന്ത്രങ്ങൾ, ഇതൊക്കെ കൊണ്ടുവരാം. ആരോഹണം തഥാ സൗധേ കൃതവാൻ നൃപതിസ്തഥ. ഇങ്ങനെയൊക്കെ തൻ്റെ ആളുകളോട്, ഭടന്മാരോട്, മന്ത്രിമാരോട് കൽപ്പിച്ചതിന് ശേഷം രാജാവ് ഗംഗാതീരത്തുള്ള വലിയൊരു മാളികയിലേക്ക്, ഒരു സൗധത്തിലേക്ക് കയറി എന്നാണ്. അവിടെ കയറിയിട്ടോ ന സ്നാനം ന കൃതം, കുളിച്ചതേയില്ല, ന ദാനം, ദാനം ചെയ്തില്ല, ന ദേവ്യാ സ്മരണം കൃതം, ന സ്നാനം ന കൃതം ദാനം, കുളിച്ചില്ല, ദാനം ചെയ്തില്ല, ദേവിയെ സ്മരിച്ചതുമില്ല. ന ഭൂമൗ ശയനം ചെയ്വ, ഭൂമിയിൽ കിടന്നില്ല. ദൈവം മത്വാ പരം തഥാ, അതുപോലെ തന്നെ ആ പരമമായത് വിധിയാണ് എന്നും വിചാരിച്ചില്ല. വിധി ഈശ്വരീയതയാണ്. അപ്പം ഈശ്വരൻ്റെ സങ്കല്പം ആണ് പരമമായത് എന്നുള്ളതും അദ്ദേഹത്തിന് തോന്നിയില്ല. മഗ്നോ മോഹാർണവേ ഘോരേ മൃത സൗധേഹിനാഹത കൃത്വാപാപം കലേർയോഗ താപസസ്യ അപമാനജം. കലി ബാധിച്ച് താപസനെ അപമാനിച്ചു എന്ന ഘോരമായ പാപം ചെയ്ത അദ്ദേഹം ഇവിടെ നായാട്ടിന് പോയപ്പോൾ അദ്ദേഹത്തെ കലി ബാധിച്ചു. കലിയിരിക്കുന്ന സ്ഥലത്തിൽ 4-ാമത്തേതാണ് സൂന, ഹിംസ. നായാട്ടിൽ പരീക്ഷിത്ത് ഹിംസ ചെയ്തു, അതുകൊണ്ടാണ് കലി അദ്ദേഹത്തെ ബാധിച്ചത്. അപ്പം കലി ബാധിച്ച് താപസനെ അപമാനിച്ചെന്ന പാപം ചെയ്ത് ആ മഗ്നോ മോഹാർണവേ ഘോരേ, ആ ഘോരമായ മോഹക്കടലിൽ മുങ്ങി അദ്ദേഹം മാളിക മുകളിൽ വെച്ച് മൃത സൗധേഹിനാഹത, മാളിക മുകളിൽ വെച്ച് സർപ്പദംശനമേറ്റ് അദ്ദേഹം മരിച്ചു. അവശ്യമേവ നരകം ഏതൈരാചരണൈർഭവേൽ. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നരകദുഃഖം അനുഭവിക്കുക എന്നുള്ളത്
അവശ്യമാണ്, തീർച്ചയാണെന്നാണ്. തസ്മാത്തം പിതരം പാപാൽ സമുദ്ധര നൃപോത്തമ. അതുകൊണ്ട് ഇങ്ങനെ ആ നിരവധി പാപങ്ങൾ ചെയ്ത ആപത്തിൽപ്പെട്ട അച്ഛനെ ഹേ രാജാവേ ജനമേജയ അങ്ങ് സമുദ്ധരിക്കൂ, ആ രാജാവിനെ പാപത്തിൽ നിന്ന് അങ്ങ് രക്ഷിക്കൂ. സൂതൻ പറയുന്നു, ഇതി ശ്രുത്വാ വചസ്തസ്യ വ്യാസസ്യ അമിത തേജസ. അമിത തേജസ്വിയായിരിക്കുന്ന വ്യാസന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സാശ്രുകണ്ഠോതി ദുഃഖാർത്തോ ബഭൂവ ജനമേജയ. ജനമേജയൻ ആ വളരെ ദുഃഖിതനായി കണ്ണീരൊലിപ്പിച്ചു. കാരണം തൻ്റെ അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ ആ പാപജീവിതത്തെക്കുറിച്ചൊക്കെയാണ് പറയണത്. ആ പാപജീവിതം കൊണ്ട് അച്ഛന് ഗതി കിട്ടിയിട്ടില്ല, അദ്ദേഹം നരകത്തിലാണ്, തക്ഷകദംശനമേറ്റ് മരിച്ച പരീക്ഷിത്ത് നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹനിധിയായ അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അച്ഛനോടുള്ള സ്നേഹം കാരണം ഈ ജനമേജയൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വല്ലാത്ത ദുഃഖത്തോടു കൂടി. ധിഗിതം ജീവിതം മേദ്യ പിതാമേ നരകേ സ്ഥിത. എൻ്റെ അച്ഛൻ നരകത്തിൽ കിടക്കുമ്പോൾ എത്ര നിന്ദ്യമാണ് എൻ്റെ ജീവിതം എന്നാണ്. എനിക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും ഗതി കിട്ടില്ല, കാരണം അച്ഛൻ നരകത്തിൽ കിടക്കുകയാണ്. ആ ഉത്തരാസുതൻ പരീക്ഷിത്ത് തൻ്റെ അച്ഛൻ സ്വർഗത്തിൽ എത്താൻ കാരണമായി അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ഉടനെ തന്നെ ഞാൻ ചെയ്യേണ്ടതുണ്ട്. തത്കരോമി യഥൈവാദ്യ സ്വർഗം യാത്യുത്തരാസുത എന്ന ആ ഒരു ഉറപ്പ്, ആ ഒരു ചിന്ത, ആ ഒരു നിശ്ചയം ജനമേജയനിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവീഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ഇനി 13-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ നാളെ. അവിടെ വിഷ്ണു അംബായജ്ഞം നടത്തി സൃഷ്ടിക്കു മുമ്പ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ വിഷ്ണു ജഗൽക്കാരണം മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് പണ്ട് യജ്ഞം നടത്തിയത് എന്നൊക്കെ ജനമേജയൻ ചോദിക്കുമ്പോൾ വ്യാസന്റെ മറുപടിയാണ് നമ്മൾ നാളെ കേൾക്കുക. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.